ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഹായ്, മൈസെൽഫ് റാഫി, സൈക്കോളജി കൗൺസിലറാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഹീറോയിൻ നടത്തിയിട്ടുള്ളൊരു പരാമർശം. അതായത് മാനസിക സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാനസിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരില്ല എന്നുള്ളതാണ്. അതിൽ വളരെ ഒരു മോശപ്പെട്ട ഒരു രീതിയിലും കൂടെ അവരെന്ത് ചെയ്തിട്ടുള്ള ഒരു ടേമും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭ്രാന്താണ് ഇന്നത്തെ മാനസിക രോഗങ്ങൾ, മെൻ്റൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെന്നുകൂടെ. അതായത് ഇവർക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് യാതൊരുവിധ നോളജും ഇല്ല എന്നുള്ളത് ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ ജനറേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ChatGPT, ഗൂഗിൾ, അതുപോലെ തന്നെ ജെമിന, ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിവുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു വ്യക്തി പറയുന്ന സമയത്ത് ഒരു സാമൂഹിക പ്രതിബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതായത് ഭർത്താവ് ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഭാര്യ ഒറ്റക്കായിരിക്കും. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ എന്ന് കരുതി അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു മാനസിക രോഗിയാവണമെന്നില്ല. ഇതേപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആളുകളൊക്കെ അവരുടെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ എന്ത് ചെയ്യാറുണ്ട്, വെറുതെ ഇരിക്കേണ്ടി വരാറുണ്ട്. എന്ന് കരുതി അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഭ്രാന്തന്മാരാകും ണമെന്നില്ല. ഇതേപോലെ തന്നെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, വളരെ ആരോഗ്യമുള്ളൊരു വ്യക്തി ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് കിടപ്പിലാകുന്ന സമയത്ത് ശാരീരികമായിട്ട് അവനൊന്നും പ്രതികരിക്കാൻ പറ്റാതെ, പ്രവർത്തിക്കാൻ പറ്റാതെ അവൻ നിശ്ചലമായിട്ട് കിടക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്ന് കരുതി അവൻ ഒരിക്കലും എന്ത് ചെയ്യണമെന്നില്ല, ഒരു മാനസിക രോഗിയാകണമെന്നില്ല. വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല. മാനസിക സംബന്ധമായിട്ടുള്ള ഡിസോർഡറുകൾ പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, വെറുതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം വരുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെൻറ്റ്, ചുറ്റുപാട് സാഹചര്യങ്ങൾ, ഇതിന് വളരെയധികം പ്രയോറിറ്റി ഉണ്ട്. ഇത് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുമുണ്ട്. ഇതിനെ നമുക്കൊരു പോയിൻ്റായിട്ട് മാത്രം എടുക്കാം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ ഇൻബാലൻസ്. നമുക്ക് പലതരത്തിലുള്ള ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. ഇത് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ചില ഹോർമോൺസുകൾ കുറയുകയും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഹോർമോൺസുകൾ കൂടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോർമോൺ ഇൻബാലൻസിങ് നടക്കും. ഈ സമയങ്ങളിൽ നമുക്ക് മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ നമുക്ക് ജനറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. ഇത് വളരെയധികം എന്താ പറയുക, എപ്പോഴും സംഭവിക്കണം എന്നല്ല, ഒരു ബൈ ചാൻസ് അങ്ങനെയും വന്നേക്കാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പല ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാഹചര്യങ്ങളുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നില്ല, മാനസിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നില്ല. ആൻഡ് വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. നിത്യജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുക. അതായത് ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാതെ, നമ്മൾ പ്രത്യേകിച്ച് ഫോണൊക്കെ മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ച് നമ്മുടെ കൈയും കാലൊക്കെ ഫ്രീ ആക്കിയിട്ട് നമ്മൾ ഇരിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തരം ആക്ടിവിറ്റിയാണ്. നമ്മൾ മെഡിറ്റേഷൻ കേട്ടിട്ടുണ്ടാവും. മെഡിറ്റേഷനിൽ നമ്മൾ ഏകാഗ്രമായിട്ട് എന്ത് ചെയ്യുന്നു, വെറുതെ ഇരിക്കുന്നത് പോലെ. അതായത് വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ എന്ത് ചെയ്യുകയാണ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ മറിച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് അനാവശ്യമായിട്ട് തിങ്ക് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതും നിങ്ങളെ ഒരു ഭ്രാന്തനാക്കി അല്ലെങ്കിൽ മാനസിക സംബന്ധമായിട്ടുള്ള വലിയ രോഗിയാക്കി ഒന്നുമില്ല. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ഡാറ്റാസും സേവ് ചെയ്യുന്നൊരു പ്രക്രിയ കൂടെ ഉണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് തരും. അതായത് നമുക്കൊരു ചായ കുടിക്കാം,
അല്ലെങ്കിൽ പുറത്ത് പോവാം, നീ ഇവളൊന്ന് വിളിക്കും, നിൻ്റെ ഫ്രണ്ടിനൊന്ന് വിളിക്ക്, നീ കുറച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഈ സമയങ്ങളിൽ നമുക്ക് സമ്മർദ്ദത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാതിരിക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൈക്ക് കിട്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കിട്ടുന്ന സമയങ്ങളിൽ എന്തും വിളിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. പക്ഷെ ഇത് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ അടുത്തുനിന്ന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറാകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ആ ഒരു ടേം തന്നെ ഒരു തരത്തിൽ ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു 100% അല്ലെങ്കിൽ 100 എന്ന് പറയുന്നൊരു മാർക്ക് കിട്ടത്തില്ല. നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചില ആളുകൾക്ക് എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ചില ആളുകൾക്ക് ഓവർ തിങ്കിങ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ചില ആളുകൾക്ക് എന്തെങ്കിലും ഉത്കണ്ഠകളായിരിക്കാം. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ്സും ബുദ്ധിമുട്ടുകളും ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ച് വീക്കൊക്കെ ആയിരിക്കും, ചെറിയ വീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ആളുകളത് കുറച്ച് കൂടുതൽ വീക്കായിരിക്കും. അവരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാനസിക രോഗിയെന്ന് വിളിക്കുന്നുണ്ട് ഒരു പരിധി വരെ, ഇവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, തികഞ്ഞ ആളുകളൊന്നുമല്ല. നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സംസാരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടരുത്. ദെൻ ഫൈനലി എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ സ്ലീപ്പ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക. അതായത് ഉറക്കം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം മാനസിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുമുള്ള ഒരു കാരണമാണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 to 8 hours ഇടയിലുള്ള സ്ലീപ്പ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക. ഒരുപാട് എൻഗേജഡ് ആകുന്നൊരു വ്യക്തിയാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഒരുപാട് വെറുതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറേയൊക്കെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകളുള്ള ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലുണ്ടാവാം. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.